ഏകദേശം 100-ലധികം പ്രായമുള്ള ഒരമ്മച്ചി കരുത്തുള്ള സ്ത്രീയായി നിൽക്കുകയാ. ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത മാനസിക വേദന. എന്തോ ഒരു ഭയങ്കര അനാഥത്വമല്ലേ. വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോഴേ വിധവയായി തീരുക എന്ന് പറയുന്നത് എന്തോ ഒരു വേദനയാണ്. ആ വേദനയെ അവൾ നീർത്തീർന്നില്ല. അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിടം കണ്ടെത്തി. ആലയത്തിൽ തുടർമാനമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആരാധനയും പ്രാർത്ഥനയും വചനവും അവിടെ ജീവിതത്തെ യൗവനത്തിലേക്ക് നടത്തി. തുടക്കനാളുകളിൽ അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞവളാണ്. അവിടെ അന്നത്തെ പ്രാർത്ഥന, ഈ മാനസിക അവസ്ഥയിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും? ഈ ഏകാന്തതയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ പറ്റും? ഈ മാനസിക മുറിവിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ പറ്റും? നിങ്ങൾക്കൊത്തിരി ബലമില്ലേ? ബലമുള്ളൊരിടം കണ്ടെത്തണം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരു വചനം പറയുന്നത്, കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറയുടെ പിളർപ്പിൽ പാർപ്പിടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ബലഹീനമാ, പക്ഷെ എനിക്ക് മറയാൻ ഒരിടമുണ്ട്. ഒരു പ്രവാചകനോ ദൂത് പറഞ്ഞൊന്നും നമ്മുടെ ഒരു പരിധിക്കപ്പുറം ഒന്നും കരുത്തരാക്കാൻ പറ്റില്ല. നീയും ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം മാത്രമേ ജീവിതത്തിൻ്റെ ഏത് കൊടുങ്കാറ്റുകളിലും ഏത് യോർദാൻ്റെ വൻകാട്ടുകളിലും നിന്നെ കരുത്തയാക്കി തീർക്കത്തുള്ളൂ.